This is the entire purpose of this press conference, that we are bringing to the nation clear, crystal clear proof that the only thing that poor people in this country, the only power poor people in this country have is being stolen from them right in front of their face. Right? That's what we are doing. We've been doing it now for some time. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നെടും തൂണുകളിലൊന്നായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയെയും വിശ്വസ്തതയെയും ചോദ്യം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനകൾ രാഷ്ട്രീയ രംഗത്തും പൊതുസമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും BJPക്കെതിരെയും അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ കേവലം രാഷ്ട്രീയപരമായ വിമർശനങ്ങളല്ല, മറിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള ആശങ്കകളാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഒരാൾക്ക് ഒരു വോട്ട് എന്ന ഭരണഘടനാപരമായ അവകാശത്തിന്മേൽ സംശയങ്ങൾ ഉയർന്നിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞത് ഈ വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി അവതരിപ്പിച്ച വോട്ട് മോഷണം എന്ന പ്രസന്റേഷനാണ് ഈ ചർച്ചകൾക്ക് ആക്കം കൂട്ടിയത്. തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ എക്സിറ്റ് പോളുകൾക്ക് വിരുദ്ധമായി വരുന്നതിലെ അസ്വാഭാവികത ചൂണ്ടിക്കാട്ടി BJP ഒരുതരം മാന്ത്രിക വിദ്യയിലൂടെ ഭരണവിരുദ്ധ വികാരം ഇല്ലാത്ത പാർട്ടിയായി മാറിയെന്ന് അദ്ദേഹം പരിഹസിച്ചു. ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും തിരഞ്ഞെടുപ്പുകൾ ഇതിന് ഉദാഹരണമായി അദ്ദേഹം ഉയർത്തിക്കാട്ടി. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് ഈ പ്രസന്റേഷനിലൂടെ അദ്ദേഹം മുന്നോട്ട് വച്ചത്. മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നടന്നുവെന്ന് പറയുന്ന ക്രമക്കേടുകളാണ് രാഹുൽ ഗാന്ധി പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ചേർത്തതിനേക്കാൾ കൂടുതൽ വോട്ടർമാരെ 5 മാസം കൊണ്ട് വോട്ടർ പട്ടികയിൽ ചേർത്തുവെന്നത് അവിശ്വസനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് വ്യാജ വോട്ടർമാരെ തിരികെ കയറ്റാനുള്ള ശ്രമമാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു. കൂടാതെ വൈകുന്നേരം 5 മണിക്ക് ശേഷം പോളിംഗ് ശതമാനം കുത്തനെ ഉയർന്നത് സംശയങ്ങൾ ബലപ്പെടുത്തുന്നു. സാധാരണഗതിയിൽ വൈകുന്നേരങ്ങളിൽ പോളിംഗ് നിരക്ക് കുറയുകയാണ് പതിവ്. ഈ അസ്വാഭാവികമായ വർധനവ് കൃത്രിമമായി വോട്ടുകൾ കൂട്ടിച്ചേർക്കുന്നുവെന്ന സംശയത്തിന് ഇട നൽകുന്നു. ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള ചില നടപടികൾ. വോട്ടർ പട്ടികയുടെ സോഫ്റ്റ് കോപ്പി നൽകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസ് പാർട്ടിയോട് വിസമ്മതിച്ചു. ഇത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പരിശോധിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കി. വോട്ടർ പട്ടിക കടലാസ് രേഖകളായി പരിശോധിക്കാൻ 6 മാസത്തോളം വേണ്ടി വന്നുവെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. കൂടാതെ CCTV ദൃശ്യങ്ങൾ 45 ദിവസത്തിന് ശേഷം നശിപ്പിക്കാൻ നിയമങ്ങൾ മാറ്റിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ വീണ്ടും ചോദ്യം ചെയ്യുന്നു. സുതാര്യമായ ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇത്തരം ദൃശ്യങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിൽ ഏറ്റവും ഞെട്ടിക്കുന്നത് ഒന്ന് വ്യാജ വോട്ടർമാരുടെ സാന്നിധ്യമാണ്. മഹാരാഷ്ട്രയിൽ മാത്രം 40 ലക്ഷം ദുരൂഹ വോട്ടർമാരുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു. ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിയ പരിശോധനയിൽ 6.5 ലക്ഷം വോട്ടർമാരിൽ 1.5 ലക്ഷം പേരും വ്യാജന്മാരാണെന്ന് കണ്ടെത്തി. ഇതിന് തെളിവായി അദ്ദേഹം അവതരിപ്പിച്ചത് വ്യാജ വിലാസങ്ങളാണ്. ഒരു വീട്ടിൽ 80 പേർ താമസിക്കുന്നതായി രേഖപ്പെടുത്തിയതും വീട്ടു നമ്പർ 0 എന്ന് രേഖപ്പെടുത്തിയതും വീണ്ടും അറിയാത്ത വോട്ടർമാരുടെ ലിസ്റ്റുമെല്ലാം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ വ്യാജ വോട്ടർമാരെ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യിക്കാൻ ഉപയോഗിക്കുന്നുവെന്നും കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ BJP നേടിയ വിജയം ഈ തട്ടിപ്പിലൂടെ നേടിയെടുത്ത സീറ്റുകൾ ഉപയോഗിച്ചാണെന്നും അദ്ദേഹം ആരോപിച്ചു. രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണങ്ങൾ കേവലം രാഷ്ട്രീയപരമായ പോരാട്ടങ്ങൾക്കപ്പുറം ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയുടെ സൂചനയാണ്. സ്വതന്ത്രമായതും നീതിപൂർവമായതുമായ തിരഞ്ഞെടുപ്പ് ഒരു ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വമാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനം പക്ഷാപാതപരമായി പെരുമാറുന്നുവെന്ന ആരോപണം ജനങ്ങളുടെ ജനാധിപത്യത്തിലുള്ള വിശ്വാസത്തെ തകർക്കും. തിരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചുള്ള സംശയങ്ങൾ നിലനിൽക്കുമ്പോൾ ജനങ്ങൾക്ക് തങ്ങളുടെ വോട്ടിന് ശക്തിയുണ്ട് എന്ന ചിന്തയുണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഈ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ അത് രാജ്യത്തിന്റെ ഭാവിക്ക് വലിയ ഭീഷണിയാണ്. This is EC data. Not our data. This is EC data. And EC कह रहा है कि हम फ्री एंड फेयर इलेक्शन करा रहे हैं, और उनके डेटा में एक असेंबली में 1 लाख फेक वोटर्स हैं, फेक एड्रेसेस, डुप्लीकेट फॉर्म 6, अलग अलग तरीके. तो हम इलेक्शन कमीशन से नहीं कह रहे हैं, हम हिंदुस्तान के युवाओं से कह रहे हैं, हिंदुस्तान की जनता से कह रहे हैं. ये आपका भविष्य है, गरीबों का भविष्य है. ये आपके आंख के सामने
पूरा का पूरा सिस्टम चोरी किया जा रहा है। और ये ब्लैक, जैसे मैंने बोला, ब्लैक एंड व्हाइट है ये। उनका डेटा है, उनकी फोटोग्राफ्स हैं, उनके नाम है, उनके डुप्लीकेट्स हैं, उनके फेक एड्रेसेस हैं।